മന്ത്രിപദവും യുവജനക്ഷേമം എന്ന വകുപ്പും തൃശൂർ ജില്ലാ കോൺഗ്രസിൽ ഒ.ജെ. ജനീഷിനെ കൂടുതൽ കരുത്തനാക്കും. ജില്ലയിലെ ഏക മന്ത്രി എന്ന നിലയിൽ ജനീഷിനുള്ള ഇടം കൂടുതൽ വിശാലമാകുന്നതോടെ കോൺഗ്രസിൽ പുതിയ നിര രൂപം കൊള്ളുകയാണ്. ജനീഷിന്റെ പുത്തൻ താരോദയം ചില കോൺഗ്രസ് നേതാക്കളെയെങ്കിലും അസൂയാലുക്കളാക്കും. കൊടുങ്ങല്ലൂർ ഇടതുപക്ഷ വേരോട്ടമുള്ള ചുവപ്പുകോട്ടയാണെന്നാണ് LDF വിശ്വാസം. 2 വട്ടം ഭൂരിപക്ഷമുയർത്തി വിജയിച്ച CPI നേതാവ് VR സുനിൽകുമാറിനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ലെന്ന് LDF വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ UDFും വിശ്വസിച്ചിരുന്നു. അവിടേക്കാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായുള്ള ഒ.ജെ. ജനീഷിന്റെ എൻട്രി. പാരമ്പര്യ കോൺഗ്രസ് വോട്ടുകൾ നിലനിർത്തിയും ഇടത് കോട്ടകളിൽ കടന്നുകയറിയും ജനീഷ് ഗംഭീര പ്രചരണം നടത്തി. കഷ്ടി കടന്നുകൂടുമെന്ന് കരുതിയ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് 8308 വോട്ടിന് ജനീഷ് ജയിച്ചു കയറി. വിജയിച്ച ശേഷം നന്ദി പ്രകടനം നടത്തവെയാണ് തിരുവനന്തപുരത്തു നിന്ന് വിളിയെത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവിയും സാമുദായിക സമവാക്യവും ജനീഷിനെ മന്ത്രി പദവിയിലേക്ക് എത്തിച്ചു. അതും തൃശൂർ ജില്ലയ്ക്ക് സർപ്രൈസ്. വിജയിക്കുമെന്നും മന്ത്രിയാകുമെന്നും കരുതിയിരുന്ന TN പ്രതാപൻ മണലൂരിൽ പരാജയപ്പെട്ടത് ജനീഷിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു. സീനിയറായ സനീഷ് കുമാർ ജോസഫ്, പെരുമയിൽ ജയിച്ച തൃശൂരിലെ രാജൻ പല്ലൻ എന്നിവർക്ക് മന്ത്രിയാകാൻ സാമുദായിക പരിഗണന വിഘാതമായപ്പോൾ ജനീഷിനത് അനുകൂലമായി. ജില്ലാ കോൺഗ്രസ് നേതൃതലങ്ങളിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലും ഒ.ജെ. ഇനിയൊരു അവിഭാജ്യ ഘടകമായി ഉദിച്ചുയരും. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒ.ജെ. ജനീഷിന്റെ വാക്കുകൾക്ക് പുതിയ തലമുറ കാതോർക്കും. ജില്ലാ കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റവും വൈകാതെ പ്രതീക്ഷിക്കാം. മീഡിയ ടൈം, മാള.